ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും ഏതെല്ലാം രൂപത്തിലായിരിക്കണം നമ്മുടെ ഇടപെടലുകൾ, നമ്മൾ ഓരോ മേഖലകളിലും പാലിക്കേണ്ട മര്യാദകൾ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ദീനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അദബുകൾ, കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പെരുമാറ്റ മര്യാദകൾ അത് ഓരോ സന്ദർഭത്തിലേതും എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയുകയും പഠിച്ചു മനസ്സിലാക്കുകയും അത്തരം മര്യാദകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ കീഴ്പ്പെടുന്നതിൽ പരിപൂർണമായും മുഴുവനായും പ്രവേശിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ കീഴൊതുങ്ങുന്നതിന്റെ ഭാഗം അത് ജീവിതത്തിൽ എല്ലാ ഭാഗത്തും ആ കീഴൊതുങ്ങൽ പ്രാവർത്തികമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ മര്യാദകൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചത് നമുക്ക് നമ്മുടെ റബ്ബിനോടുള്ള കടമ, ഏറ്റവും ആദ്യം നമ്മൾ പാലിക്കേണ്ട അദബ്, മര്യാദ എന്നുള്ളത് നമുക്ക് നമ്മുടെ റബ്ബിനോടുള്ളതാണ്. ഏറ്റവും കൂടുതൽ മര്യാദകളും അദബുകളും നമ്മൾ കടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ റബ്ബിനോടാണ്. അപ്പൊ ഇത്തരം അദബുകളിൽ റബ്ബിനോട് നമ്മൾ പാലിക്കേണ്ട മര്യാദകളിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ച ഒരുപാട് മര്യാദകൾ അത് മാത്രം വിശദീകരിച്ചാൽ അതൊരുപാട് സംസാരിക്കേണ്ടി വരും, വിശദീകരിക്കേണ്ടി വരും. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അദബുകൾ വളരെ വേഗത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കുന്ന ഖളാ ഖദർ എന്ന് നമ്മൾ പറയുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ മുസീബത്തുകൾ നമ്മൾ വിളിക്കാറുള്ള കാര്യങ്ങളിൽ നമ്മൾ ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചെന്ന് ഓർമ്മയില്ല. പണ്ഡിതന്മാർ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ സബർ ചെയ്യൽ വാജിബാണെന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാഖുണ്ട്. സബർ ചെയ്യൽ, അള്ളാഹു ഒരു പരീക്ഷണം, ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിക്കുമ്പോൾ ആ കാര്യത്തിനോട് നമ്മൾക്ക് സബർ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും, ഓരോ മുസ്ലിം ആണെങ്കിൽ അവന് നിർബന്ധമാണെന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാഖുണ്ട്. പക്ഷെ തർക്കമില്ലാത്ത കാര്യമാണ്. ഒരു മുസ്ലിം ഏറ്റവും മിനിമം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഏറ്റവും മിനിമം അവൻ പാലിക്കേണ്ടത് സബർ ചെയ്യുക എന്നുള്ളത്. സബർ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നർത്ഥം. സബർ എന്ന് വെച്ചാൽ പിടിച്ചു വെക്കുക എന്നതിനർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നിശ്ചയിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ റബ്ബിനെ പറ്റി പല തെറ്റായ ചിന്തകൾ കടന്നു വരാതെയും അത്തരം ചിന്തകൾ ഉള്ള ഒരാളുടെ നാവിലൂടെ പുറത്തു വരുന്ന മോശം സംസാരങ്ങൾ നാവിലൂടെ കടന്നു വരാതെയും പ്രവർത്തനങ്ങൾ അവയവങ്ങളിൽ വരാതെയും മനസ്സിനെ പിടിച്ചു നിർത്തലാണ് സബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അടുത്ത ബന്ധുവിനെ മരിപ്പിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന്, അത്തരം സാഹചര്യത്തിൽ നമ്മൾ റബ്ബിനെ പറ്റി കരുതുകയാണ്, എന്താണ് റബ്ബ് എന്നെ മാത്രം എന്തിനെ പരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ റബ്ബ് എന്നോട് ദുൽമ ചെയ്തു, ഞാൻ ഇത്രയധികം റബ്ബിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്താണ് എന്നോട് റബ്ബ് ഇങ്ങനെ എന്ന രൂപത്തിൽ ചിന്തിക്കുന്നത് പോലും സബറിനെതിരാണ്. അങ്ങനെ ചിന്തിക്കുന്നത് പോലും സബറിനെതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ അല്ലാഹു എന്റെ റബ്ബാണ്, അവൻ എന്റെ ഉടമസ്ഥനാണ്, അവൻ എന്റെ മാലിക്കാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ഓരോ മാലിക്കും അവന്റെ മുൽക്കിൽ, ഉടമസ്ഥതയിൽ അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം പ്രവർത്തിക്കാൻ അധികാരമുള്ളവനാണ് എന്നുള്ള മനസ്സിൽ ആ ദൃഢനിശ്ചയത്തോടുകൂടെ നമ്മൾ നമ്മുടെ റബ്ബിനെ നമ്മുടെ മാലിക്കായി മനസ്സിലാക്കാനും കണക്കാക്കാനും നമുക്ക് ഓരോ ജീവിതത്തിന് ഓരോ സന്ദർഭങ്ങളും സാധിക്കണം. നമ്മുടെ റബ്ബ് നമ്മുടെ ഉടമസ്ഥനാണ്, നമ്മുടെ മാലിക്കാണ്. ഒരു ഉടമസ്ഥൻ അവന്റെ ഉടമസ്ഥതയിലുള്ളതിൽ ഏതു പ്രകാരവും തീരുമാനിക്കാനും അതിനെ ക്രയവിക്രയം നടത്താനും ആ ഉടമസ്ഥന് അധികാരമുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നിശ്ചയിച്ചാലും അവൻ എന്റെ റബ്ബാണ്, അവൻ എന്റെ ഉടമസ്ഥനാണെന്നുള്ള ബോധത്തോടുകൂടെ അതിനെ നല്ല രൂപത്തിൽ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ റബ്ബിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ, എന്താ റബ്ബ് എനിക്കെന്താ അങ്ങനെ ചെയ്തത്, അവൻ ഇങ്ങനെ കൊടുത്തില്ലല്ലോ, എനിക്ക് മാത്രം എന്തെങ്ങനെ, അല്ലെങ്കിൽ എന്നോട് റബ്ബ് ദുൽമ ചെയ്തതല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെ തരത്തിലുള്ള റബ്ബിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലുൻ, അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി ചോദ്യം ചെയ്യാവതല്ല. കാരണം അവനാണ് ഉടമസ്ഥൻ. ഒരു ഉടമസ്ഥൻ അവന്റെ ഉടമസ്ഥതയിലുള്ളതിൽ അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം എന്ത് ചെയ്യും, അവൻ പ്രവർത്തിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതിനോട് കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, അള്ളാഹു ഉടമസ്ഥനാണ്, അവൻ എന്ത് ചെയ്താലും ആരും ചോദിക്കുകയില്ല, ചോദിച്ചിട്ടൊത്ത് പ്രത്യേകിച്ച് കാര്യമില്ല. എന്നാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഒരു തരി പോലും ദുൽമ ചെയ്യുകയില്ല. അമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അടിമകളോട് അങ്ങേയറ്റം ദുൽമ ചെയ്യുന്ന ഒരു റബ്ബല്ല, അങ്ങനത്തെ ഒരു മാലിക്കല്ല. ദുനിയാവിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്, അവരുടെ ഉടമസ്ഥതയിലുള്ളതിനോട് അവരെന്ത് ചെയ്യും, അവർക്ക് തോന്നിയതുപോലെ അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് എന്ത് ദുൽമ അവർ ചെയ്താലും അതൊന്നും അവർ കാര്യമാക്കാറേ ഇല്ല. അങ്ങനത്തെ രാജാക്കന്മാർ, മാലിക്കുകളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു മാലിക്കല്ല. അവന്റെ ഭാഗത്തു നിന്ന് ഒരു തരി പോലും അനീതി ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ ഒരു ഉറച്ച ബോധം നമുക്ക് വേണം. എന്തൊരു പരീക്ഷണം ആയിക്കോട്ടെ, നമുക്കതിൽ ഒരു ഹൈറും ആ പരീക്ഷണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അത് നിശ്ചയിച്ചത് എന്റെ റബ്ബാണെങ്കിൽ അതൊരു ഹൈറുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ സാധിക്കും. അത് നമുക്ക് ഉറപ്പ് വേണം. ആ ഒരു ഉറപ്പ് നമുക്ക് നമ്മുടെ റബ്ബിനെ പറ്റി വേണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എടുക്കുന്നത് കൊണ്ട് റബ്ബിന് എന്ത് ലാഭം കിട്ടാൻ പോകുന്നത്? നമ്മുടെ ശത്രുവാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല? നമ്മളിൽ നിന്ന് പ്രതികാരം സ്വീകരിക്കാൻ, നമ്മളോട് ദുൽമ ചെയ്യാൻ നമ്മുടെ ശത്രു അല്ലല്ലോ, നമ്മുടെ മൗലയല്ലേ, നമ്മുടെ ഏറ്റവും അടുത്തവനല്ലേ, നമ്മൾക്കെല്ലാം തന്നവനല്ലേ. അവൻ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്ന എന്തെങ്കിലും ഒരു ഖൈർ അതിലുണ്ടാവും. അങ്ങനെ ഉറപ്പിക്കാൻ, അങ്ങനെ അതിൽ യാതൊരു സംശയവും ഇല്ലാതിരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ശരി. നിങ്ങൾക്കറിയോ ഹുദൈബിയ സന്ധി, ആ ചരിത്രം പഠിച്ചവർക്ക് ഈ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഹുദൈബിയ സന്ധി, ആ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകളുമായിട്ട് കരാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉടമ്പടികളിൽ ഒരു കാര്യം ഒരു കരാർ എന്താന്ന് വെച്ചാൽ, മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ മദീനയിൽ കൂട്ടരുത്, അവരെ തിരിച്ചെന്ത് ചെയ്യണം, തിരിച്ചയക്കണം. അതുപോലെ തന്നെ മദീനത്ത് നിന്ന് ആരെങ്കിലും ഇസ്ലാം മതം ഒഴിവാക്കിക്കൊണ്ട് മക്കത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചിങ്ങോട്ട് ചോദിക്കാനും പാടില്ല. ഇതൊക്കെയാണ് ആ ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിക്കുന്ന, എന്താ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നു പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ അലി റളിയല്ലാഹു അൻഹു കൽപ്പിക്കുന്ന ആ ഉടമ്പടിയുടെ നിയമങ്ങളാണ് ഇതൊക്കെ. ഈ നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും അത് സമ്മതിക്കുകയും ആ ഉടമ്പടി പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇതൊരിക്കലും അത് അംഗീകരിക്കാനേ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കണം, അലസ്നാ അലൽ ഹഖ്, നമ്മൾ ഹക്കിലല്ലേ റസൂലേ, നമ്മൾ മുസ്ലിമീങ്ങളല്ല, നമ്മൾ അള്ളാഹുവിന്റെ ദീനിലല്ലേ, നമ്മൾ തൗഹീദിലല്ലേ, നമ്മൾ എന്തിനാണ് ഇങ്ങനൊരു കാര്യത്തിൽ നമ്മൾ ചെയ്യാൻ നിൽക്കുന്ന എന്തിനാ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാവശ്യം പറയും, എന്താണ് ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, പല പ്രാവശ്യം പറയും, പല രൂപത്തിൽ പറയും, പല രീതിയിൽ സൂചിപ്പിക്കും. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് സമ്മതിക്കാൻ, അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് പ്രയാസം നീങ്ങുകയില്ല. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അടുക്കൽ ഈ വിഷയം തന്നെ, ഈ കാര്യം തന്നെ പറയാൻ പോകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു വളരെ ശക്തമായ രൂപത്തിൽ ആക്ഷേപിക്കുക, ഉമറെ അത് അള്ളാഹുവിന്റെ റസൂലാണ്, അദ്ദേഹം സ്വയം തന്നിഷ്ടപ്രകാരം ഒരു കാര്യം തീരുമാനിക്കുമല്ലോ, അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് പറഞ്ഞ് ശക്തമായ രൂപത്തിൽ ആക്ഷേപിക്കുമ്പോൾ ഉമർ മിണ്ടാതിരിക്കും. അതുവരെയും, കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയ പ്രത്യക്ഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ മുസ്ലിമീങ്ങൾക്ക് ദില്ലത്താണ്, ആ ഉടമ്പടിയിൽ വേറൊന്നുമില്ല, കാഫിറുകൾക്ക് ഇസ്സത്താണ് അല്ലെ. പല സന്ദർഭങ്ങളിൽ പല ആളുകളും അതിനുശേഷം അബൂജന്തലിനെ പോലെ പല സ്വഹാബികളും അവര് എന്താ പറയാ, കൈകാലികൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷെ ഇസ്ലാമിനോട് ആ ഈമാൻ ഹൃദയത്തിൽ
തട്ടിയത് കാരണത്താൽ, അതിന്റെ മാധുര്യം അനുഭവിച്ച കാരണത്താൽ ആ ചങ്ങലക്കിടപ്പെട്ട അവസ്ഥയിലും അവരുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് മദീനത്തേക്ക് എത്തുകയാണ്. എങ്ങനെയെങ്കിലും എന്നെ കയറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ട്, മുസ്ലിമുകളെ കൂടെ എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട്, കാഫിറുകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ശിക്ഷകളൊന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന വെച്ച പ്രതീക്ഷയോടെ അബൂജഹൽ വന്നു. ആ വിലങ്ങുകളോടുകൂടി തന്നെ അങ്ങനെ തന്നെ അബൂജഹൽ തിരിച്ചയക്കുകയാണ്. ഇതിങ്ങനെയൊക്കെ പ്രത്യക്ഷത്തിൽ ഒരാൾക്ക് നോക്കുമ്പോൾ ഇതെന്താണ്, ഇതെങ്ങനെ നീതിയാവുക, ഇത് ദുൽമല്ലേ, ഇത്രയും ഒരാളുടെ ഈമാൻ ഇത്രയും വിലയുള്ളോ എന്നൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാം. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ, അള്ളാഹു കണക്കാക്കിയതാണെങ്കിൽ അത് നമ്മൾക്കതിൽ ഹൈറാണ് ഉള്ളത്. നമ്മൾക്കത് പ്രത്യക്ഷത്തിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും. ഹുദൈബിയ സന്ധി കൊണ്ടാണ് മക്കം ഫത്ഹ് ഉണ്ടാവുന്നത്. ആ ചരിത്രം പഠിച്ചവർക്കറിയാം. ഫത്ഹ് മക്ക ഉണ്ടാവുന്നതിനുള്ള കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹുദൈബിയ സന്ധിയാണ്. അപ്പൊ ഫത്ഹ് മക്ക ഉണ്ടായ ശേഷമാണ് പലർക്കും മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധി അംഗീകരിച്ചതെന്ന് പലർക്കും മനസ്സിലാകുന്നതും പലരും ചിന്തിക്കുന്ന അപ്പോൾ മാത്രമാണ്. എന്നുവെച്ചാൽ നമ്മൾക്ക് നമ്മുടെ എന്താ പറയാ, നമുക്ക് ദീർഘവീക്ഷണം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വരും ഭാവിയിലെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾക്കൊരു കാര്യത്തിൽ ഹൈറ് മനസ്സിലാകാത്തത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു അടിമയോട് ദുൽമ പ്രവർത്തിക്കുകയില്ല. ഈ ഒരു കാര്യം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു വിഷയം, ഈ ഒരു വിശ്വാസം ഉറപ്പായിട്ടെന്ന് വെച്ചാൽ അതിൽ യാതൊരു സംശയമില്ലാത്ത രൂപത്തിൽ ഉണ്ടാവേണ്ട ഒരു അടിത്തറയാണെന്ത്, നമ്മുടെ റബ്ബ് നമ്മളോട് ദുൽമ കാണിക്കുകയില്ല. അവൻ അതിന് ദുൽമ കാണിക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്കെല്ലാം തന്നത്, വമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നമ്മളോട് ദുൽമ കാണിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? ഒരാവശ്യമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കണക്കാക്കുമ്പോൾ നമ്മൾക്കത് എത്ര പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും അത് അംഗീകരിക്കാനും മനസ്സുകൊണ്ട് സ്വീകരിക്കാനും നമ്മൾക്കത് സാധിക്കണം. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വിഷമങ്ങൾ അത് മാനുഷികമാണ്, ഉണ്ടാവും, അതല്ല വിഷയം. ഒരാൾ എങ്ങനത്തെ ഒരു മുസീബത്ത് വന്നിട്ട് കരഞ്ഞു പോകുന്നതോ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതോ അല്ലെങ്കിൽ വിഷമമാവുന്നതോ ദുഃഖിച്ചിരിക്കുന്നതോ അതൊന്നും സ്വബറിനെതിരാവൂല. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി തന്റെ കൈകളിൽ കിടന്ന് പടന്ന് മരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പൊ സ്വഹാബത്തിൽ പലരും ചോദിക്കുന്നത് എന്താണ് റസൂലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് റഹ്മത്താണ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇട്ടുകൊടുക്കുന്ന റഹ്മത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരച്ചിലിനെ പറ്റി പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കരച്ചിൽ അല്ലെങ്കിൽ ആ ഒരു സങ്കടം, വിഷമം, അതിൽ കവിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കപ്പുറത്തേക്ക്, അതിന്റെ ആ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നു പോകാതെ മനസ്സിനെ പിടിച്ചു വെക്കലാണ് സബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സബർ വാജിബാണ്, നിർബന്ധമാണ്. എല്ലാ മുസീബത്തുകളിലും ക്ഷമിക്കുക, ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ കടന്നു വരാതെ, ഇങ്ങനെയുള്ള സംസാരങ്ങൾ നാവിലൂടെ വരാതെ, ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മുടെ അവയവങ്ങളിലൂടെ പ്രവർത്തിക്കാതെ നമ്മൾ നമ്മുടെ നഫ്സിനെ പിടിച്ചു വെക്കലാണ് സബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ വസ്ത്രം വലിച്ചു കീറുക, നെഞ്ചത്തടിക്കുക, മുടി പിടിച്ചു വലിക്കുക, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ നാശത്തെ വിളിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ, മനസ്സിൽ റബ്ബിനെ പറ്റി മോശമായ ചിന്തകൾ വരാതെ നമ്മുടെ നഫ്സിനെ പിടിച്ചു വെക്കലാണ് സബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാ മുസീബത്തുകളിലും എല്ലാ പ്രയാസങ്ങളിലും നമ്മൾക്ക് ഈ സബർ വരുത്തൽ എന്നുള്ളത് നിർബന്ധമാണ്. സബർ വരുത്തൽ നിർബന്ധമാണ്. ഇത് നമുക്ക് നമ്മുടെ റബ്ബിനോട് പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അദബാണ്. കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഒരു ഈമാൻ എന്ന് പറയുന്ന അതിന്റെ പകുതി സബറും ബാക്കി പകുതി ശുക്റും. ഈമാൻ എന്നുള്ളതിന്റെ ഒരു പകുതി സബറും മറ്റേ പകുതി ശുക്റുമാണ് എന്ന് എന്ത് ചെയ്യാറുണ്ട്
പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. എന്നുവെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ പാലിക്കേണ്ടതായി വരുന്ന ഒരു കർമ്മമാണ്, പ്രവർത്തനമാണ് സബർ എന്നുള്ളത്. ഏറ്റവും അധികം നമ്മൾ പാലിക്കേണ്ടതായി വരുന്ന ഒരു പ്രവർത്തനമാണ് സബർ എന്നുള്ളത്. ഈ സബറിലുള്ള ഏറ്റക്കുറച്ചിലാണ് നമ്മുടെ റബ്ബിലേക്ക്, റബ്ബ് നിശ്ചയിച്ചുള്ള പദവികളിൽ നമുക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സബറിലെ ഏറ്റക്കുറച്ചിലാണ്. നമുക്കറിയോ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ, പടപ്പുകളിൽ ഏറ്റവും വലിയ പദവി സ്വർഗത്തിൽ ആർക്കുണ്ടാവാ? നബിമാർക്കാണ്, റസൂലുമാർക്കാണ്. ശ്രദ്ധിക്കണേ, ഉറങ്ങിപ്പോണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ, പടപ്പുകളിൽ സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവി ഉണ്ടാവുക നബിമാർക്കാണ്, റസൂലുമാർക്കാണ്. ഈ റസൂലുമാര് തന്നെ പല പദവികളിലാണ്. ഏറ്റവും ശ്രേഷ്ഠനായ നബി അള്ളാഹു, നമ്മുടെ നബിയായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ഏറ്റക്കുറച്ചിൽ ഉള്ള ഏറ്റവും മുകളിലുള്ള റസൂലുമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഉലുൽ അസ്മാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠരായ റസൂലുമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്ന പേര് ഉലുൽ അസ്മ എന്നാണ്. ഈ ഉലുൽ അസ്മ എന്ന പേരാണെങ്കിലും അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ട ആയത്തുകളാണെങ്കിലും ഒക്കെ സബറിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന ആയത്തുകളാണ്. കേട്ടിട്ടുണ്ടോ? ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മറ്റുള്ള മുഅ്മിനുകളോടും കൽപ്പിക്കുന്നത് ഉലുൽ അസ്മ എന്ന് പറയുന്ന റസൂലുമാരിൽപ്പെട്ട വിഭാഗം അവർ എങ്ങനെ ക്ഷമിച്ചുവോ അതുപോലെ ക്ഷമിക്കാൻ. അവരെങ്ങനെ ക്ഷമിച്ചുവോ അതുപോലെ ക്ഷമിക്കും. എന്ന് വെച്ചാൽ ആ റസൂലുമാർ ഏറ്റവും അധികം വലിയ പദവിയിലെത്താൻ അവരെ ഏറ്റവും അധികം സഹായിച്ച കാര്യം സബറാണ്. ഉലുൽ അസ്മിനെ പറ്റി പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന സബറാണ്. അത്രയും മഹത്തരമായ ഇബാദത്താണ് സബർ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു പ്രത്യേക ഒരു കണക്ക് നിശ്ചയിച്ച പ്രതിഫലത്തിന് 10 ഏറ്റവും മിനിമം, പിന്നെ അത് 700 ഇരട്ടി വരെ. 700 ഇരട്ടി വരെ. എന്നാൽ സബറിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ പറഞ്ഞത്? ആരാ പറയാ? ഇന്നമാ യുവഫ സ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഇന്നമാ യുവഫ സ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ, ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം ആർക്കാ നൽകുക? സബർ ചെയ്യുന്നവർക്ക്. സബറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ അത്രയും വലിയ സ്ഥാനമുണ്ട് അല്ലേ? നമ്മൾ നോമ്പിനെ പറ്റി റമദാനിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ് എന്ത്? കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സൗം. ആദമിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്, നോമ്പൊഴികെ. ഫഇന്നഹു ലീ വ അന അജ്സി ബിഹി. അത് എനിക്കുള്ളതാണ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്ന് വെച്ചാൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അല്ലാഹുവിനുള്ളതല്ലേ. പിന്നെന്താണ് നോമ്പിനെ പറ്റി മാത്രം അങ്ങനെ പറയാൻ കാരണം? നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നുള്ളതുകൊണ്ടാണ്. എന്താണ് നോമ്പിനെ പറ്റി അങ്ങനെ പറയാൻ കാരണം? നോമ്പിൽ വരുന്നത് സബറാണ്. നോമ്പ് മുഴുവനും സബറാണ്. അപ്പൊ സബർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സബർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ സബറാണെങ്കിൽ മനുഷ്യന്റെ ഫിത്രത്തിന് നേരെ എതിരുമാണ്. സബറാണെങ്കിൽ മനുഷ്യന്റെ ഫിത്രത്തിന് നേരെ എതിര്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖുലിഖൽ ഇൻസാനു മിൻ അജലി. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടത് ധൃതിയിൽ നിന്നാണ്. പെട്ടെന്ന് ഉണ്ടാവുക, പെട്ടെന്ന് ചെയ്യുക, ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാം കിട്ടണം, പെട്ടെന്ന് കിട്ടണം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ, ഇങ്ങനെ ഒരു പ്രത്യേകതയിൽ, ക്വാളിറ്റിയിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ധൃതി പിടിച്ച ജീവി അല്ലെങ്കിൽ ഈ ഒരു സൃഷ്ടി, അവൻ ധൃതി പിടിക്കാത്ത അല്ലെങ്കിൽ ബേജാറാവാത്ത അല്ലെങ്കിൽ പ്രയാസമുള്ള ഒരവസ്ഥയിലേക്ക് ഹൃദയത്തെ കൊണ്ടുചെന്നെത്തിക്കാത്ത രൂപത്തിൽ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന സബറുള്ള, ക്ഷമയുള്ള ഒരാളായി തീരുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സബറിനെ പറ്റി നമുക്ക് ഒരുപാട് കേട്ടിട്ടുള്ള സൂറത്തുൽ അസ്ർ.
സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകളെയും നരകക്കാരാണ്, മനുഷ്യന്മാരെല്ലാവരും നരകക്കാരാണ് പറഞ്ഞത്. എല്ലാ മനുഷ്യരും, മനുഷ്യ ജിന്നു വർഗത്തിൽ എല്ലാവരും നരകക്കാരാണ്, നരകത്തിന്റെ വിറകുകളാണ്, ചില ആളുകൾ ഒഴിച്ച് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് 4 ക്വാളിറ്റികളെ പറയും. 4 ക്വാളിറ്റികളെ പറയും. ഇത് 4ാമത്തെ സബറാണ്. 4ാമത്തത് സബർ. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സബർ എന്നുള്ളത് ഈ ബാക്കി 3 എണ്ണവുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണേ. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഒന്നാമത്തെ എന്താ? ഇൽമ് ലഭിക്കാന്നുള്ളതാണ്, പഠിക്കാന്നുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂലിനെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ചും പഠിക്കാന്നുള്ളതാണ്. ഈ പഠിക്കാൻ സബർ ആവശ്യമാണ്. പഠിക്കാൻ സബർ ആവശ്യമാണ്. അതുപോലെ തന്നെ അടുത്തത് അമലാക്കാന്നുള്ളതാണ്. ആ കിട്ടിയ ഇൽമു കൊണ്ട് അമല് ചെയ്യുക എന്നുള്ളത്, അതിനും സബർ ആവശ്യമാണ്. അതിനുശേഷമുള്ള ദഅവത്ത്, അതിൽ അങ്ങേയറ്റം സബർ ആവശ്യമാണ്. അങ്ങേയറ്റം സബർ ആവശ്യം എന്ന് വെച്ചാൽ സബറില്ലാത്ത ഒരുത്തൻ എന്ത് ചെയ്യാൻ സാധിക്കില്ല? സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല. സബറില്ലാത്ത ഒരുത്തന് ഇൽമു കരസ്ഥമാക്കുവാനോ ആ കിട്ടിയ ഇൽമു കൊണ്ട് അമലാക്കുവാനോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രയാസങ്ങളിൽ ഉറച്ചു നിൽക്കാനോ ഒന്നിനും സാധിക്കുകയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സബറിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. വളരെയധികം നിർബന്ധമായ, വളരെയധികം ശ്രേഷ്ഠതകളുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ് സബർ എന്നുള്ളത്. ഈ സബർ നമ്മൾക്ക് നിർബന്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന കാര്യങ്ങളിൽ അത് നമ്മൾ ഈ മുസീബത്തുകളെ പറ്റി മാത്രം പറയുമ്പോൾ സബർ എന്നുള്ളത് അതുമായി മാത്രം ബന്ധപ്പെട്ടതാണ് വിചാരിക്കരുത്. സബർ 3 അവസ്ഥകളിൽ നമ്മൾക്ക് ചെയ്യാൻ നിർബന്ധമാണ്. 3 അവസ്ഥകളിൽ ദീൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ഒന്നാമത്തേതാണെന്ത്? ഇങ്ങനെയുള്ള മുസീബത്തുകൾ. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ട സബറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അതിൽ ഉറച്ചു നിൽക്കാൻ സബർ ആവശ്യമാണ്. ഉദാഹരണത്തിന് എന്നും 5 നേരം നിസ്കരിക്കണം. എന്നും 5 നേരം നിസ്കരിക്കണം. ഈ സുബഹി നേരത്ത് തണുപ്പുള്ള സമയത്ത് നല്ല മൂടിപ്പൊതച്ച് നല്ല കുഷ്യനൊക്കെയുള്ള ഒരു വിരിപ്പിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് ആ സമയത്ത് ബാങ്കിന്റെ സമയമായി, സുബഹി നിസ്കരിക്കേണ്ട സമയമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ അങ്ങേയറ്റം സബർ ആവശ്യം. അങ്ങേയറ്റത്തെ സബർ ആവശ്യം. അതേപോലെ തന്നെ മറ്റൊരു അവസ്ഥയാണ് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സബർ ആവശ്യം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണുകളുടെയും കാലഘട്ടമാണ്. ഒരാൾ തന്റെ മൊബൈൽ ഫോണുമായി, ഇന്റർനെറ്റുള്ള സ്മാർട്ട് ഫോണുമായി തന്റെ മുറിയിൽ ഒറ്റയ്ക്കാകുന്ന സന്ദർഭത്തിൽ അവന് കയറാൻ സാധിക്കുന്ന വെബ്സൈറ്റുകളിൽ കയറാതെ, അവൻ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാണാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് കൊണ്ട് അത് കാണാതെ മനസ്സിനെ പിടിച്ചു നിർത്താൻ അങ്ങേയറ്റം സബർ ആവശ്യം. മൊത്തത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചു കെട്ടുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചു കെട്ടാതെ അതിനങ്ങനെ അതിൻ്റെതായ രൂപത്തിൽ വിട്ടയച്ചു കഴിഞ്ഞാൽ അത് വളരെ അപകടമാണ്. വളരെ അപകടമാണ്. നമുക്ക് ഈ നഫ്സിനെ പിടിച്ചു നിർത്തേണ്ടതുണ്ട്. എല്ലാത്തിലും അല്ല, മറിച്ച് റബ്ബ് നിശ്ചയിച്ച ചില കാര്യങ്ങളിൽ, ആ പരിധിക്കപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിനെ വിഹരിക്കാൻ വിട്ടുകഴിഞ്ഞാൽ ആ മനസ്സെന്ത് ചെയ്യും? അത് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. തീർച്ചയായും നഫ്സ് എന്നുള്ളത് അത് അങ്ങേയറ്റം തെറ്റുകൊണ്ട് കൽപ്പിക്കുന്ന നഫ്സാണ്. എപ്പോഴും അത് തെറ്റുകൊണ്ട് എന്ത് ചെയ്യും? കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. നിസ്കരിക്കാൻ നമുക്ക് എന്ത് ചെയ്യും? നിസ്കരിക്കണ്ട, ഇന്നിപ്പോ കുറച്ചേരം ഉറങ്ങിയിട്ട് എന്ത് ചെയ്യാം, സമയമൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ചാൽ മതി, കുറച്ചേരം ഉറങ്ങാം എന്നെന്ത് ചെയ്യും? നമ്മളിലേക്ക് തോന്നിപ്പിക്കും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ചില സന്ദർഭങ്ങളിൽ ഇന്ന് കുറച്ചൊന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ വ്യാപകമായിട്ടുണ്ടാവുന്ന തിന്മകളൊക്കെയാണ് സിനിമ, മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇന്നൊരു കുറച്ചൊന്ന് അത് കാണാം, അല്ലെങ്കിൽ ഇത് കാണാം. ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, ഇങ്ങനെ മനസ്സിനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ഈ നഫ്സിനെ
നമ്മളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുകയും നരകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന നഫ്സിനെ പിടിച്ചു നിർത്താൻ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് പറയുന്ന പേരാണ് സബർ എന്നുള്ളത്. ഇത് ഏറ്റവും അധികം പിടിച്ചു നിർത്തുന്നതാരാണോ അത്ര കണ്ട് അവൻ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കും. ഇതിനെ പിടിച്ചു നിർത്തുന്നതിൽ പരാജയപ്പെടുന്നത് ആരാണോ അത്ര കണ്ട് അവൻ എന്ത് ചെയ്യും? നരകത്തിലേക്ക്, റബ്ബിന്റെ ശിക്ഷ കിട്ടുന്നതിലേക്ക് അവൻ എന്ത് ചെയ്യും? അടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ചുരുക്കത്തിൽ സബറിനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. വളരെ വിശദീകരിക്കേണ്ട ഒരു ഗുണമാണ്. അതിനെ സംബന്ധിച്ചുള്ള ശ്രേഷ്ഠതകളും അതിന്റെ വിധിവിലക്കുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അത് പലപ്പോഴായി കേട്ടിട്ടുള്ള പറയപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളായതുകൊണ്ട് തന്നെ അടുത്ത ഒരു അദബ് വളരെ പ്രധാനപ്പെട്ടത് നാം നേരത്തെ സൂചിപ്പിച്ചു. സബറിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ശുക്ർ ചെയ്യുക എന്നുള്ളത്. ശുക്ർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ, നമ്മളിപ്പോ സബറിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. കൽബിൽ തെറ്റായ ചിന്തകൾ വരാതെ പിടിച്ചു നിർത്തുക, അതുപോലെ തന്നെ നാവിൽ തെറ്റായ സംസാരങ്ങൾ വരാതെ പിടിച്ചു നിർത്തുക, അതുപോലെ തന്നെ അവയവങ്ങളിൽ തെറ്റായ പ്രവർത്തനങ്ങൾ വരാതെ. ഇതേപോലെ തന്നെയാണ് ശുക്ർ. സബർ ഈ മൂന്ന് കാര്യങ്ങളുമായി കണക്റ്റഡ് ആയതുപോലെ തന്നെ ശുക്റിനും ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ട്. ശുക്റിനും ഈ മൂന്ന് കാര്യങ്ങളുമായി കണക്ഷൻ ഉണ്ട്. കൽബുമായിട്ടും നാവുമായിട്ടും അവയവങ്ങളുമായിട്ടും. ഈ ശുക്റിന്റെ പ്രത്യേകത എന്നുള്ളത്, നമ്മൾ അതിന്റെ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈമാനിന് പകരമായിട്ട്, ശ്രദ്ധിക്കണേ, ഒരു സന്ദർഭത്തിൽ കുഫറിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈമാനിന് പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിലും ശുക്റിനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈമാനിന് പകരമായിട്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. മനുഷ്യനെ ഒന്നുകിൽ എന്ത് ചെയ്യാ? കഫൂറാവാ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിക്കുന്നവനാകാം, അല്ലെങ്കിൽ നന്ദി കാണിക്കുന്നവനാകാം. എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകക്കാരെയും സ്വർഗക്കാരെയും വേർതിരിക്കുമ്പോൾ നരകക്കാരുടെ പ്രത്യേകതയായിട്ട് നന്ദി കേട് കാണിക്കുക എന്നുള്ളതും സ്വർഗക്കാരന്റെ പ്രത്യേകതയായിട്ട് നന്ദി കാണിക്കുക എന്നുള്ളതും അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്നതാണെന്ത്? നന്ദി ഉള്ളവരാവുക, ശുക്ർ ചെയ്യുന്നവരാവുക. അത്രയും പ്രധാനപ്പെട്ട കാര്യം. ഈ ശുക്ർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആദ്യം വേണ്ട ബോധ്യം എന്നുള്ളത്, നമുക്ക് എന്തൊരു അനുഗ്രഹമുണ്ടോ അതെല്ലാം റബ്ബ് തന്നിട്ട് കിട്ടിയതാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ട് എന്ന് വെച്ചാൽ, അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ എന്തെങ്കിലും മികവ്, ഉദാഹരണത്തിന് ഹിദായത്ത് എന്ന അനുഗ്രഹം, ഏറ്റവും വലിയ നിഅമത്താണ് ഹിദായത്ത്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഓതാം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. എന്ത് അനുഗ്രഹമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നത്? ഹിദായത്ത് എന്ന അനുഗ്രഹം. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ നിഅമത്ത് അതാണ്. ഈ ഹിദായത്ത് എന്ന അനുഗ്രഹം കിട്ടിയ ആളുകളാണ് ഈ ഇരിക്കുന്ന, ഈ കേൾക്കുന്ന ആളുകളൊക്കെ. പക്ഷെ നമ്മൾക്ക് ഈ ഹിദായത്ത് കിട്ടിയപ്പോഴും ഈ ഹിദായത്ത് കിട്ടാതെ പോയ ആളുകളെക്കാൾ നമുക്കെന്ത് മികവാണുള്ളത്? നമുക്കെന്ത് പ്രത്യേകിച്ചൊരു ക്വാളിറ്റി, മീസത്തെ സവിശേഷതയുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ദുനിയാവിൽ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ എത്ര മനുഷ്യന്മാരുണ്ട് ജീവിച്ചിരിക്കുന്നത്? 700 കോടി ജനങ്ങളുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അല്ലാഹു അക്ബർ. അത്രയും ജനങ്ങളിൽ ശരിയായ ആദർശം ലഭിച്ച, ദീനുൽ ഇസ്ലാം മനസ്സിലാക്കിയ ആളുകൾ വളരെ കുറച്ചാണ്. അതിൽ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിലുള്ള സ്വഹാബത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചാലേ അള്ളാഹു തൃപ്തിപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആളുകൾ വളരെ ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കറുത്ത ഒരു കാളയുടെ പുറത്ത് ഉള്ള വെളുത്ത രോമങ്ങൾ പോലെ, അത് നമ്മൾ നാട്ടിൽ പറയാറുള്ളത് പോലെ വെളുത്ത കാക്കകളെ പോലെ, അത്രയും കുറവാണ്. എങ്ങനെ നമുക്കിതെങ്ങനെ കിട്ടി? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്ക് അതിന് മാത്രം എന്ത് മികവാനുള്ളത്? നമ്മൾ എന്താണ് കാഴ്ചവെച്ചിട്ടുള്ളത് ദീനിനു വേണ്ടി, റബ്ബിനു വേണ്ടി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി? നമ്മൾ അതിന് മാത്രം എന്താ? നമുക്കിതെന്തും പ്രത്യേകിച്ച് ഒന്നും കൊണ്ട് കിട്ടിയതല്ല. നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുടുംബ പാരമ്പര്യമോ അല്ലെങ്കിൽ എന്താണ് വംശപാരമ്പര്യമോ അങ്ങനെ എന്തെങ്കിലും കുടുംബ മഹിമ കൊണ്ടോ മറ്റൊന്നും കിട്ടിയതാണെങ്കിൽ, നമ്മളെക്കാൾ അങ്ങേയറ്റം വലിയ കുടുംബ മഹിമയുള്ള ആളുകൾക്ക്, ഉദാഹരണത്തിന് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകൻ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ, ഇങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുമായിരുന്നു.
നമ്മുടെ കുടുംബ പാരമ്പര്യമല്ല അതിനെ നമ്മൾ അർഹരാക്കി തീർത്തത്. നമ്മുടെ എന്താ പറയാ അധികാരമോ സമ്പത്തോ അല്ലെ? കാറൂനെ നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങേയറ്റം സമ്പത്ത് ലഭിച്ചിട്ടും ഹിദായത്തിലായിക്കൊണ്ടല്ല, നല്ല അവസ്ഥയിലല്ല മരണപ്പെട്ടത്. ഫിറഔൻ അങ്ങേയറ്റം ഏറ്റവും വലിയ അധികാരമുള്ള അവസ്ഥയിലുണ്ടായിട്ടും ഫിറഔന്റെ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ ദീനിനു വേണ്ടി അല്ലെങ്കിൽ നമ്മൾ കുറെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, അതൊന്നും ഒരു മാനദണ്ഡമേ അല്ല. നിങ്ങൾക്കറിയോ, അബൂ താലിബ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പം മുതൽ സ്വന്തം ഉപ്പയെ പോലെ പോറ്റി വളർത്തുന്നതിൽ അബൂ താലിബിന് വളരെ വലിയ പങ്കുണ്ട്. കാരണം ഉമ്മ മരിച്ചു ചെറുപ്പത്തിൽ തന്നെ, പിന്നെ വല്യുപ്പ, അതിനുശേഷം അബൂ താലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി വളർത്തുന്നത്. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യങ്ങൾ നോക്കുകയും ചെലവും മറ്റെല്ലാം ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആയതിനു ശേഷം മക്കക്കാർ നടത്തുന്ന പ്രയാസങ്ങൾ തടുക്കുവാൻ ഏറ്റവും വലിയ സബബായി നിന്നിരുന്നത് അതിലൊന്ന് അബൂ താലിബായി. ആ വലിയ അത്രയും വലിയ സേവനങ്ങൾ പല പണ്ഡിതന്മാരും പറയാറുണ്ട്. പല സ്വഹാബികളും ചെയ്യാത്തത്ര വലിയ ദിഫാ എന്ത് ചെയ്തിട്ടുണ്ട്? അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി മക്കക്കാർക്ക് എതിര് ചെയ്തിട്ടുണ്ട്. ആ അബൂ താലിബ് ഹിദായത്ത് കിട്ടാതെ ഷഹാദത്ത് കലിമ ചൊല്ലാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ നമുക്ക് എന്ത് മീസത്താണ് അവരെക്കാളൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്? ഒന്നുമില്ല. ഒരു പ്രത്യേകതയും ഉള്ളത് കൊണ്ടല്ല നമുക്കിത് കിട്ടിയത്. നമ്മൾ ഉറപ്പിച്ചോ? നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. റബ്ബിന്റെ ഫضലും റഹ്മത്തും മാത്രമാണ്, അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ്, അവന്റെ കാരുണ്യം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവൻ ഒരു കാര്യം, ഒരു നിഅമത്ത് ഒരു വ്യക്തി, ഒരു അടിമയ്ക്ക് കൊടുത്തിട്ട് ആ നിഅമത്തിന് ശുക്ർ കാണിക്കുന്നവരല്ല അവരെങ്കിൽ, ആ നിഅമത്ത് കിട്ടിയവരെങ്കിൽ അള്ളാഹു ആ നിഅമത്ത് എടുത്തു കളയും. അള്ളാഹു ആ നിഅമത്ത് എടുത്തു കളയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ലൈൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചാൽ ആ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഇനി നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ എന്റെ ശിക്ഷ വളരെ കഠിനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ അനുഗ്രഹം, ഹിദായത്ത് അനുഗ്രഹം മാത്രം നമ്മൾ എടുത്തോ. ആ അനുഗ്രഹത്തിന് നമ്മൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നതിന്റെ പരമാവധി നമ്മൾ നന്ദി കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് എത്ര പേർക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും? വളരെ ഗൗരവമുള്ള വിഷയമാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്വഹാബികളുടെ വിഷയത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അദ്ദേഹം സ്വഹാബിയായിട്ട് 6 വർഷം 7 വർഷം ആ ഒരു കാലഘട്ടം അദ്ദേഹം സ്വഹാബിയെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റഹ്മാനായ റബ്ബിന്റെ അർശ് വിറച്ചു എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിൽ വരുന്നത് ആ റൂഹ് ആകാശത്തേക്ക് വരുന്നതിന്റെ സന്തോഷത്തിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു വരവേൽപ്പാണ്, അതിന്റെ വലിപ്പമാണ്. നമ്മൾ ഹിദായത്തിലായിട്ട് എത്ര 6 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരുടെയെങ്കിലും മരണം സംഭവിച്ചാൽ ഹർഷോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു വരവേൽപ്പ് നമുക്കുണ്ടാവും. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ ചുരുക്കം ചില ആളുകളോട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? അപൂർവം 1-2 പേരോട് മാത്രമേ വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക ഫീ സബീലില്ലാ എന്ന് പറഞ്ഞിട്ടുള്ളൂ. വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക, വല്ലാഹുവാണ് സത്യം, താങ്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുക്കം, ഞാൻ 1-2 പേരെ എന്റെ ഓർമ്മയിലുള്ളൂ. അതിലൊരാൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഈ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹം മരണപ്പെടുമ്പോൾ പോലും അദ്ദേഹത്തിന് 33 വയസ്സുണ്ടായിരുന്നു. പല അസറുകളിലും വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു. പല അസറുകളിലും വന്നിട്ടുള്ള സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള കാര്യമാണ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലമാക്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ, അവരെ ഒരു കൂട്ടമായി കൊണ്ടുവരുമ്പോൾ അവരുടെ സംഘത്തിൽ ഒരു കല്ലെറിയുന്ന ദൂരത്തിൽ മുൻപിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉണ്ടാവും. ആ മുആദ് ഇബ്നു ജബൽ മരിക്കുമ്പോൾ 33 വയസ്സുണ്ടായിരുന്നു.
നമ്മൾക്ക് ഈ വയസ്സ്, ഈ ഒരു പ്രായത്തിനിടയ്ക്ക് നമുക്ക് ആ ഒരു അറിവിന്റെ എത്ര ശതമാനം അറിവ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്? വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ പല കാര്യങ്ങളും എന്താ പറയുക, കച്ചവടം ആയിക്കോട്ടെ, പലതും ആയിക്കോട്ടെ, നമുക്ക് പലപ്പോഴും ഒരു ദിവസത്തിൽ ഒരു ചെറിയൊരു സമയം ഇൽമിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതൊക്കെ വലിയ പോരായ്മയാണ്. പല ആളുകളും, ഞാൻ തന്നെ പല പള്ളികളിലും അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഒരു ദർസ് വെക്കണ്ടേ? അവർക്ക് മാസത്തിൽ കൂടുതൽ ഒരു ദർസ് വെക്കുന്നത് അവർക്ക് പള്ളിയിൽ വരുന്ന ആളുകൾക്ക്, പഠിക്കുന്നവർക്ക് പ്രയാസമാണത്രേ. ശ്രദ്ധിക്കണം, ഗൗരവമുള്ള വിഷയമാണ്. ഇൽമിന്റെ വിഷയം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണത്തിനൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ എന്ത് ചെയ്യും, കൂടെ കൂടും. അങ്ങനെയാണ് അദ്ദേഹം പഠിക്കാൻ ആരംഭിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂടി എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ കേട്ട് അതൊക്കെ മനഃപ്പാടമാക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ എന്തെങ്കിലും സഹാബികൾ ഭക്ഷണം കിട്ടിയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും, എന്തെങ്കിലും ഒരു ഓഹരി അബൂ ഹുറൈറക്ക് കിട്ടും. അങ്ങനെ കഴിഞ്ഞു പോയിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പലപ്പോഴും പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഭക്ഷണം കിട്ടാറില്ല, അബൂ ഹുറൈറക്കും കിട്ടാറില്ല. പല സന്ദർഭങ്ങളിലും അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ദീൻ പഠിക്കാൻ, ഹദീസ് കേൾക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ അതിനിടയിൽ വെച്ച് അദ്ദേഹം വിശപ്പ് സഹിക്കവയ്യാതെ ബോധം കെട്ടു വീഴാറുണ്ട്. അപ്പൊ മദീനത്തെ കുട്ടികൾ ഇതെന്തോ ഭ്രാന്തനാണ് വഴിയിൽ കിടന്നുറങ്ങുന്നത് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുകളിൽ ചാടിക്കയറി കളിക്കാറുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് വിശപ്പല്ലാതെ വേറൊന്നുമില്ല, എനിക്കൊരു ഭ്രാന്തുമില്ല, വിശപ്പ് മാത്രമാണ് എന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, തളർത്തി വീഴ്ത്തിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ റബ്ബിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളും അതേ റബ്ബിന്റെ മുന്നിൽ തന്നെയാണ് പോയി നിൽക്കാനുള്ളത്, നമുക്കും അതേ സ്വർഗത്തേക്ക് തന്നെയാണ് പോകാനുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് ആ ആളുകൾ കണ്ടിട്ട് നമുക്ക് നമ്മുടെ റബ്ബിനെ എങ്ങനെ അഭിമുഖീകരിക്കാൻ സാധിക്കാം? എത്ര നാണത്തോടെ ആയിരിക്കും നമ്മൾ ഓരോ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ഓരോരോ ചെറിയ ചെറിയ കാരണങ്ങൾ ഉണ്ടാക്കി ഓരോ വിഷയം നല്ല നല്ല ഹൈറുകളിലേക്ക് എത്താൻ തടസ്സം പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നൊരു സന്ദർഭം നമ്മൾ ഓർക്കുന്നുണ്ടാവും. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റബ്ബിന് നന്ദി കാണിക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അത് ഹിദായത്ത് അനുഗ്രഹത്തിന് മാത്രം നമ്മൾ നന്ദി കാണിക്കാൻ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒരാൾ ജനിച്ച അന്നു മുതൽ മരിക്കുന്ന അന്നു വരേക്കും ഈ ഹിദായത്ത് എന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ വേണ്ടി അവൻ റബ്ബിനുള്ള ഇബാദത്തുകൾ തന്നെ, സുജൂദിൽ തന്നെയാണെങ്കിൽ പോലും അവനൊരിക്കലും ഈ ഒരു അനുഗ്രഹത്തിനുള്ള ശുക്ർ അവനക്ക് പാലിക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള അനുഗ്രഹങ്ങളൊക്കെ? നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തന്നിട്ടുള്ള റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊന്ന് എണ്ണിക്കണക്കാക്കാൻ, അതിന്റെ തരങ്ങളും ഇനങ്ങളും മാത്രം ഒന്ന് എണ്ണിക്കണക്കാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ നമുക്ക് സാധിക്കൂല. നിങ്ങൾ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയൂല. മമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട് അതൊക്കെ റബ്ബിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് എന്താ പറയാ, അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതല്ലേ, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഒരുപാട് സന്ദർഭത്തിൽ സുദീർഘമായി, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒന്നാം തറക്കാത്തിൽ ബഖറയും ആലു ഇമ്രാനും അങ്ങനെ വളരെ സുദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന കണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീരിൽ വരലും പ്രയാസങ്ങളൊക്കെ കണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത്. അത് കണ്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, ഇത്രയധികം കഷ്ടപ്പെടുന്ന എന്തിനാണ്? താങ്കൾക്ക് അള്ളാഹു കഴിഞ്ഞതും വരാനിരിക്കുന്നതൊക്കെ പുറത്തു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നത് എന്താ? അഫലാ അകൂനു അബ്ദൻ ശകൂറ, അള്ളാഹ് കൂടുതൽ എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് കൂടുതൽ നന്ദി കാണിക്കുന്നവനാകണ്ടേ എന്ന് ചോദിക്കുന്നത്. വേറെ ആർക്കും അള്ളാഹു അങ്ങനെ പുറത്തു കൊടുത്തിട്ടില്ല കഴിഞ്ഞതും വരാനിരിക്കുന്നത്. അത് എനിക്കേ തന്നിട്ടുള്ളൂ എങ്കിൽ, എനിക്ക് ആ അനുഗ്രഹം റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ആരും ചെയ്യാത്ത രൂപത്തിൽ ഞാൻ നന്ദി കാണിക്കണ്ടേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആദിയാത്ത് ഒരു ഉപമ പഠിപ്പിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരാൾ അവന്റെ സ്വന്തം ജീവിതത്തെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ അവന് ലജ്ജ തോന്നുന്നൊരു ഉദാഹരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൽ ആദിയാത്തി ളുബ്ഹ ഫൽ മൂരിയാത്തി ഖദ്ഹ ഫൽ മുഗീറാത്തി സുബ്ഹ ഫഅഥർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജമഅ. തന്റെ യജമാനൻ കേവലം
വെള്ളം കൊടുക്കുക, അതിനുള്ള തീറ്റ കൊടുക്കുക, മഴയും വെയിലും കൊള്ളാതിരിക്കാൻ രൂപത്തിൽ സംരക്ഷിക്കുക. ഇത്ര മാത്രം ചെയ്യുന്ന ഒരു യജമാനു വേണ്ടി ആദിയാത്ത് ലൊബഹ കിതച്ചുകൊണ്ട് ഓടും. അതിന്റെ പ്രയാസങ്ങൾ പരിഗണിക്കാതെ ഫൽമൂരിയാത്ത് ഖദ്ഹ അങ്ങനെ അത് ഓടുമ്പോൾ അതെന്ത് ചെയ്യും? പല ദുർഘടമായ പാതകളോട് ഓടുന്ന കാരണത്താൽ അതിന്റെ കുളമ്പ് പല സ്ഥലങ്ങളും തട്ടി തീപ്പൊരി പാറും. എന്നിട്ടോ ഫൽ മുഗീറാത്തി സുബ്ഹ അതെന്ത് ചെയ്യും? രാവിലെ പ്രഭാത സമയത്ത് അത് ശത്രുക്കളുടെ ഇടയിലേക്ക് ചാടി വീഴും. രാവിലെയാണ്, എഴുന്നേൽക്കാൻ പ്രയാസമുള്ള സമയം. ആ സമയത്ത് ഓടിക്കതച്ചുകൊണ്ട് അത് പോകുന്നത് ശത്രുക്കളുടെ ഇടയിലേക്ക്. ഫഅസർന ബിഹി നഖ അതെന്ത് ചെയ്യും? പൊടിപടലങ്ങൾ പടർത്തിക്കൊണ്ട് ഫവസത്ന ബിഹി ജംഅ അതെന്ത് ചെയ്യും? ഈ ശത്രുക്കളുടെ ഇടയിലേക്ക് അതെന്ത് ചെയ്യും? ഇറങ്ങിച്ചെല്ലും. തനിക്ക് വെള്ളവും തീറ്റയും കൊടുത്ത, തന്നെ സംരക്ഷിച്ച, വെയിലും മഴയും കൊള്ളാൻ തന്നെ സംരക്ഷിച്ച യജമാനു വേണ്ടി അതിനറിയാം അത് തെളിക്കുന്ന ശത്രുക്കളുടെ അടുക്കിലേക്കാണ്, ജീവൻ പോകാനുള്ള പോക്കാണ്. അതിനറിഞ്ഞിട്ടും എങ്ങോട്ട് തെളിക്കുന്നുവോ അങ്ങോട്ടത് പോകും. ഇത് പറഞ്ഞിട്ട് റബ്ബ് പറയുന്നത് എന്താണെന്നറിയോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഈ കുതിരകൾ തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യൻ അവന്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. വൈന്നഹു അലാ ദാലിക ലശഹീദ് അവൻ അതിന് സാക്ഷിയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം, ഞാനടക്കം, അതിന് സാക്ഷിയാണ്. നമുക്ക് റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയാണ്? നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ അവരെ പോരായ പോലെ, ഞാൻ ഇങ്ങനെയുള്ള ഒരാളെ അവനെ പോരായ പോരാ. കാരണം അവന് കൊടുത്ത അനുഗ്രഹങ്ങളല്ല റബ്ബ് നമുക്ക് തന്നിട്ടുള്ളത്. അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളല്ല റബ്ബ്, അവരെക്കാൾ റബ്ബ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അവൻ ഇസ്ലാമെ കൊടുത്തിട്ടുള്ളെങ്കിൽ നമുക്ക് സലഫിയത്ത് റബ്ബ് തന്നിട്ടുണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം തന്നിട്ടുണ്ട്. അപ്പൊ അവന് കിട്ടിയ അനുഗ്രഹത്തെക്കാൾ നമുക്ക് അനുഗ്രഹം റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത്ര ഞാൻ ചെയ്താൽ പോരാ. ഞാൻ ഇനിയും എന്ത് ചെയ്യണം? മുകളിലേക്ക് എത്തണം. ഇനിയും അമലുകൾ വർദ്ധിപ്പിക്കണം. ഇനിയും ദീൻ പഠിക്കാനുള്ള സദസ്സുകൾ പരമാവധി പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും എന്താ പറയാ, ബാക്കിയുള്ള ആളുകൾ, നമ്മളെക്കാൾ റബ്ബ് അനുഗ്രഹം കുറച്ചു തന്ന ആളുകളുമായി നമ്മൾ കമ്പയർ ചെയ്യരുത്. ഒരു പശുവിനോ അല്ലെങ്കിൽ കന്നുകാലികൾക്ക് കുറച്ച് തീറ്റ കൂടുതൽ കൊടുത്താൽ അത് കൂടുതൽ പണിയെടുക്കും. റബ്ബ് നമുക്ക് കൂടുതൽ അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണ്ട. നമുക്ക് നമ്മളെപ്പോലുള്ള ആളുകൾക്ക്, അല്ലേ, സ്വഹാബികളിൽ പലർക്കും കിട്ടാത്ത ഇൽമുകൾ നമുക്കറിയാം പലതും. നമ്മൾ പലപ്പോഴും കേട്ടില്ല, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വ ഹഖ്ഖുൽ ഇബാദി അല്ലാഹ് എന്ന ഹദീസിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറയുന്നത് എന്താ? അഫലാ ഉബശ്ശിറു നാസ്, ഈ ഹദീസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശ്ശിറുഹും, അവർക്കത് പറഞ്ഞു കൊടുക്കരുത്, ഫയത്തകിലു എന്നാ പറയുന്നത്. ഈ ഹദീസ് പല സ്വഹാബികൾ, പ്രമുഖർക്ക് പോലും ഈ ഹദീസ് അറിയില്ല, നമ്മൾക്കറിയാം. ഇങ്ങനെ വലിയ സ്വഹാബികൾ, അല്ലേ, എന്താ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ് എന്ത്? ഒരു ആയത്തുണ്ട്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അദബാണ് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളത്. സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തകാസുർ പറഞ്ഞ ആയത്താണ് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം പ്രദർശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഓരോരുത്തരോടും അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിച്ചു തരാം. ഈ ആയത്ത് ഇറങ്ങുന്നൊരു പശ്ചാത്തലമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ വിശപ്പ് സഹിച്ചുകൊണ്ട് വീട്ടിലിരിക്കാനും സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ, നടക്കാൻ. അങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണം? അദ്ദേഹം വഴിമധ്യേ കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് വിശപ്പ് സഹിക്കാൻ പറ്റാനിട്ടാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാം. ഇവർ മൂന്ന് പേരും വിശപ്പ് സഹിക്കാൻ പറ്റാതെ വീട്ടിൽ ഇരിക്കാനും സാധിക്കാതെ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് ഇറങ്ങിയതാണ്.
അങ്ങനെ ഈ 3 പേരും കൂടെ നടന്നു പോകുമ്പോൾ ഏതോ ഒരു സഹാബി ഇവര് 3 പേരും എന്ത് ചെയ്യാണ് ഒരുമിച്ച് വരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുകയും അവർ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യാം. ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർ രണ്ടുപേരോടായിട്ട് പറയണത്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വിശന്നു വലഞ്ഞിട്ടാണ്. നിങ്ങളുടെ ഒരു പ്രത്യേകിച്ചൊരു പ്രയത്നവും കൂടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ വിശപ്പ് മാറ്റി തന്നിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അവർക്ക് ഓതിക്കൊടുക്കണം. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ അനുഗ്രഹം പോലും ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചിന്തിക്കുക, ഇതുപോലും അള്ളാഹു ചോദിക്കുമെങ്കിൽ വിശന്നു വലഞ്ഞിട്ട് വേറൊരാൾ ഭക്ഷണം തന്ന് ആ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചത് പോലും അള്ളാഹു ചോദ്യം ചെയ്യുമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അവരെക്കാളൊക്കെ എത്രയോ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങി എഴുന്നേറ്റിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടപ്പ അത്രയും അത് സോഫ്റ്റ് അല്ലാത്തതുകൊണ്ട് അതിൽ പല എന്ത് ചെയ്യണം പാടുകൾ നബി സല്ലല്ലാഹു അലൈഹി ശരീരത്തിൽ കാണുന്നത് കണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, ഞങ്ങൾ എന്തെങ്കിലും താങ്കൾക്കൊരു വിരിപ്പ് ഉണ്ടാക്കി തരട്ടെയോ ചോദിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പലപ്പോഴും അദ്ദേഹം കയറി വരുമ്പോൾ അറബികളുടെ വീട്ടിൽ ഏറ്റവും മിനിമം ഉണ്ടാവുന്ന സാധനമാണ് കാരക്ക. ആ കാരക്കയുടെ തന്നെ ഏറ്റവും മോശപ്പെട്ട അതിന്റെ തരം താഴ്ന്ന കാരക്കയാണ് ദഖൽ എന്ന് പറയാം. അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പലപ്പോഴും കാണാറില്ല. അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് നമുക്കറിയില്ലേ, 3 ഹിലാലുകൾ ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ട്. ആ 3 ഹിലാലുകൾക്കിടയിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകളിൽ ഒന്നിൽ പോലും അടുപ്പ് പുകയാറില്ല. കാരണം പുകയ്ക്കാൻ അവിടെ ഒന്നുമില്ല വീട്ടിൽ. അപ്പൊ ഭൗതികപരമായിട്ടാണെങ്കിലും ദീനീപരമായിട്ടാണെങ്കിലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. ഒരു പണ്ടത്തെ കാലത്ത് നമ്മൾ കാറൂനെ പറ്റിയൊക്കെ പറയാറില്ല, ഒരുപാട് ആളുകൾക്ക് പോലും താങ്ങി നടക്കാൻ പോലും അത്രയും പ്രയാസമുള്ള താക്കോൽ കൂട്ടങ്ങൾ, അവന്റെ സമ്പത്ത് ശേഖരിക്കാൻ അത്രയും വലിയ പ്രയാസമാണ്. ഇന്നത്തെ കാലത്തോ വളരെ വലിയ ബാങ്ക് ബാലൻസ് ഉള്ള ഒരാൾക്ക് പോലും അവന്റെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് പോക്കറ്റ് മതി, അവന്റെ മൊബൈൽ മതി. ഇങ്ങനെ ഏത് നിലയ്ക്ക് നോക്കുകയാണെങ്കിലും നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഈ ഒരു അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ഇൽമിന്റെയും അമലിന്റെയൊക്കെ മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അനുഗ്രഹങ്ങൾ കൂടിയാണ്. മൊബൈൽ ഫോണുകൾ, ഇന്റർനെറ്റും മറ്റുള്ള സൗകര്യങ്ങളിൽ നമ്മൾക്ക് ഇന്ന് ദുനിയാവിൽ ലോകത്തിന്റെ ഏതറ്റത്തുള്ള പണ്ഡിതന്മാരുടെ ഏത് വിഷയങ്ങളുള്ള പഠനങ്ങളും ഗ്രന്ഥങ്ങളും അതിന്റെ വിശദീകരണങ്ങളും നമ്മൾക്ക് ലഭിക്കും. അത് തുടക്കക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ദർസുകളും അതല്ലാത്ത കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാ രൂപത്തിലും എല്ലാ വിഷയങ്ങളുള്ള പഠനങ്ങൾ ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. 24 മണിക്കൂറും ഒരാൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇന്നത്തെ കാലത്ത് സാധിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പല പണ്ഡിതന്മാരും അവർക്ക് സമയം നഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ട് അവർ ബാത്റൂമിൽ പോകുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ മക്കളെ പുറത്തു നിർത്തിയിട്ട് വായിപ്പിക്കാറുണ്ട്. കാരണം ആ ഒരു സമയം ഇൽമിലല്ലാതെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് പേടിച്ചിട്ട്. ഇന്നത്തെ കാലത്ത് അതിനേക്കാളൊക്കെ സൗകര്യങ്ങൾ വളരെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് തന്നിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു നമ്മൾക്ക് എളുപ്പമാക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, റബ്ബ് സുബ്ഹാനഹു നമ്മൾ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ പൂർത്തീകരിക്കാനുള്ള ഊർജം നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഈ അനുഗ്രഹങ്ങൾ നല്ലതെല്ലാം റബ്ബ് ഇങ്ങോട്ട് തരുന്നതൊക്കെ ഹൈറും, അങ്ങോട്ട് നമ്മൾ റബ്ബിന് പകരം കൊടുക്കുന്നതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിലോ. അല്ലെ, ഹദീസിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, അബൂ ലക ബിനിഅമതിക അലൈക വ അബൂ ലക ബിദംബി.
അള്ളാഹുവെ നീ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാനത് അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു വാബു ഉലക ബിദംബി, ഞാൻ ചെയ്ത തിന്മകളും ഞാൻ അംഗീകരിക്കാം. പക്ഷെ റബ്ബ് നമുക്ക് തരുന്നതൊക്കെ ഖൈറുകളാണ്, നിഅമത്തുകളാണ്. നമ്മൾ റബ്ബിന് പകരം കൊടുക്കുന്നത് നന്ദികേടാണ്, തിന്മകളാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ റബ്ബിന് നന്ദിയുള്ളവരാകണം. നന്ദി കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ബാക്കിയുള്ളവരായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കണക്കാക്കരുത്. അവരെത്രയില് ചെയ്യുന്നുള്ളൂ, ഞാൻ ഇത്ര ചെയ്താൽ അത് തന്നെ വലുതല്ലേ എന്ന രൂപത്തിൽ ഒരിക്കലും കണക്കാക്കരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുള്ള ആളുകളെ നമ്മൾ മാതൃകകളാക്കാൻ ശ്രദ്ധിക്കുക. അവരെ എങ്ങനെ റബ്ബിന് നന്ദി കാണിച്ചുവോ അതുപോലെ നമ്മൾ നന്ദി കാണിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എപ്പോഴും സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും നന്ദിയുള്ള അടിമകളാക്കി തീർക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതിനിത്തരം സംസാരങ്ങൾ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. വേറെയും ചില മര്യാദകൾ നമ്മൾ എന്താ പറയാ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റബ്ബിനോടുള്ള മര്യാദകൾ, അദബുകൾ, അത് ഒരുപാട് പറയാനുണ്ട്. അത് എത്ര പറഞ്ഞാലും അത് ഇനി എന്ത് ചെയ്യില്ല, അതിനൊരു അവസാനമില്ല. കാരണം നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ റബ്ബിനോടുള്ള അദബ് പാലിക്കലാണ്. അദബ് പാലിക്കുന്ന രൂപത്തിൽ റബ്ബിന്റെ മുന്നിൽ നമ്മുടെ ജീവിതം ആ രൂപത്തിലാക്കി തീർക്കലാണ് നമ്മുടെ ജീവിതം മൊത്തം. അത് മുഴുവൻ വിശദീകരിക്കാന്നുള്ള ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞതാണ്. വേറെയും ചില അദബുകൾ ഇനിയും പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന, പെരുമാറുന്ന, നല്ല പെരുമാറ്റവും അദബുകളും അത് കൈവശപ്പെടുത്തുന്ന, റബ്ബിനെ ഏറ്റവും നല്ല രൂപത്തിൽ കണ്ടുമുട്ടുന്ന ആളുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.